ദൈവകൽപ്പനകളിൽ സഹോദര സ്നേഹത്തിന് തുടക്കം കുറിക്കുന്ന പ്രമാണമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നത്. നോമ്പുകാലം നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിക്കാനുള്ള സമയമാകുമ്പോൾ ആ നവീകരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്ന് ഈ 4-ാം കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ തൻ്റെ ജീവിതത്തിലൂടെ ഈ കൽപ്പനയുടെ ഉത്തമ മാതൃക നമുക്ക് കാണിച്ചു തന്നു. നസ്രത്തിലെ ലളിതമായ ജീവിതത്തിൽ 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹത്വം അവിടുന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. തൻ്റെ പീഡാനുഭവങ്ങളുടെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ പോലും കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ യോഹന്നാൻ സ്ലീഹായെ ഏൽപ്പിക്കുന്ന ഈശോയെ നാം കാണുന്നു. മരണവേദനയ്ക്കിടയിലും തൻ്റെ അമ്മയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആകുലപ്പെട്ട ഈശോ മാതാപിതാക്കളോടുള്ള കടമ എത്ര വിശുദ്ധമാണെന്ന് നമ്മെ പഠിപ്പിച്ചു. നോമ്പ് എന്നത് ഭക്ഷണത്തിൽ വരുത്തുന്ന നിയന്ത്രണം മാത്രമല്ല, അത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരുത്തേണ്ട മാറ്റം കൂടിയാണ്. നമ്മുടെ ഉള്ളിലെ അഹന്തയും പിടിവാശികളും വെടിഞ്ഞ് മാതാപിതാക്കളോടും മുതിർന്നവരോടും സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾ പരിഹരിക്കാനും അവഗണനകൾക്ക് മാപ്പ് ചോദിക്കാനും സ്നേഹത്തോടെ അനുരഞ്ജനപ്പെടാനുമുള്ള പുണ്യകാലമാണിത്. ജോലിത്തിരക്കുകൾക്കിടയിലും മാതാപിതാക്കളോട് സംസാരിക്കാനും അവർക്കായി സമയം കണ്ടെത്താനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ കുറവുകളും ക്ഷമയോടെ കാണാനും അവരെ താങ്ങാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എൻ്റെ മാതാപിതാക്കൾക്കായി ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കുടുംബത്തിലെ സമാധാനമാണ് ലോക സമാധാനത്തിന്റെ അടിത്തറ എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബങ്ങളുടെ നാഥനായ ദൈവമേ, അവിടുന്ന് നസ്രത്തിലെ കുടുംബത്തിൽ കാഴ്ചവെച്ച ആ സ്നേഹവും വിധേയത്വവും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ആശ്വാസമാകാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയൊരു സ്നേഹ കൂട്ടായ്മയിലൂടെ അവിടുത്തെ സ്നേഹം ലോകത്തിന് നൽകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.